ഇത് ഒരു സന്ദേശമാണ്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് CPM കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ADGP യുടെ ശുപാർശ എന്നതിനപ്പുറം രാഷ്ട്രീയ കേരളത്തിന് പിണറായി കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. അതായത് കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രയും ബ്രൂട്ടലായ ക്രൂരമായ പോലീസ് അതിക്രമം സാധാരണ ജനങ്ങളുടെ മേലുണ്ടായ ഒരു സംഭവം ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും അതിക്രൂരമായ സംഭവ വികാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഭരണം തീരാൻ 2.5 വർഷങ്ങളുണ്ട്. ഈ 2.5 വർഷവും ഞങ്ങൾ പറയുന്നത് ചെയ്താൽ, ഞങ്ങളോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് പിന്നെ ഗുഡ് സർവീസ് സെന്ററി GSC മാത്രമല്ല, ക്യാഷ് റിവാർഡും വീരശൃംഖലയും എല്ലാം ഞങ്ങൾ നൽകും. മറിച്ചാണെങ്കിൽ കേരളത്തിലെ അക്രമം നടത്തുന്ന SFIക്കാരുടെയും DYFIക്കാരുടെയും ദേഹത്ത് തൊട്ടാൽ നിന്റെയൊക്കെ പണി പോവും. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ടല്ലോ, പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി അടിച്ച് തകർത്ത് സർവ ആളുകളെയും വെല്ലുവിളിക്കുന്ന ആ ഒരു DYFI നേതാവിനെ പോലീസ് ഒന്ന് പിടിച്ചു. ആ പിടിച്ചു കൊണ്ടുപോയ പോലീസ് ഈ ക്രിമിനലിനെ ലോക്കൽ സെക്രട്ടറി വന്ന് മോചിപ്പിച്ച് ഓട്ടോറിക്ഷ കൊണ്ടു. അഥവാ പിടിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം അതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഫാരി സൂട്ടുകാരൻ, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായിട്ടുള്ള സഫാരി സൂട്ടുകാര് അവരിയ്ക്കേണ്ടത് മുഖ്യമന്ത്രി യാത്ര ചെയ്ത വാഹനത്തിലാണ്. അവരെന്തിന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിലാണോ? ഏതു വാഹനത്തിൽ നിന്നാണ് ഈ അംഗരക്ഷകൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത വലിയ വടി എവിടുന്ന് കിട്ടി? ഇത് പോലീസ് ഇഷ്യൂ ചെയ്യുന്ന ലാത്തിയൊന്നുമല്ല. അംഗരക്ഷകർക്ക് ലാത്തി ഇഷ്യൂ ചെയ്യാറുണ്ട്. അംഗരക്ഷകർക്ക് ഇഷ്യൂ ചെയ്തത് പിസ്റ്റളോ റിവാൾവറോ ആണ്. ഈ 2 വ്യക്തികള്, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആളുകള്, അവർ ചെയ്ത നടപടിക്രമങ്ങളെ സൂചിപ്പിച്ചു. ഒരു സീനിയർ DYSPയുടെയും CIയുടെയും നിയന്ത്രണത്തിൽ അവര് പിടിച്ചു വച്ചിരിക്കുന്ന ഈ സമര ചെയ്ത വ്യക്തിയെ അതിനിർദയമായി അതിക്രൂരമായി തലക്കടിച്ച് പൊട്ടിക്കുന്ന ഒരു രംഗം. അതാണ് ശ്രീ ശ്യാംകുമാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇത്തരം അവാർഡുകൾ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരികളായ ഗൺമാനും അംഗരക്ഷകരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും മുൻകൂട്ടി.